ഗുരുജി സുരജി നാട്യത്തിന് ഒരു പാഠ്യപദ്ധതി എന്ന വിഷയത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീത നമസ്കാരം. ഇന്ന് 3ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിലുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് അജിത്തിലൂടെ ക്ലാസ് വീക്ഷിക്കും. കഴിഞ്ഞ അധ്യായത്തിൽ എടുത്തതിന് ബാക്കി. അപ്പോൾ തെളിന്ത നിലാവ്. തെളിന്ത നിലാവ് പട്ടപ്പകൽ പോലെ തീയുതേ ദിക്കൈ നോക്കി എന്നിരു പുരുവമുരുകുത്തേ. തെളിന്ത നിലാവ് പട്ടപ്പകൽ പോലെ തീയുതേ ദിക്കൈ നോക്കി എന്നിരു പുരുവമുരുകുത്തേ. കനിന്ത ഉൺ വേണുഗാനം കാറ്റിൽ വരുകുതേ. കനിന്ത ഉൺ വേണുഗാനം കാറ്റിൽ വരുകുതേ. കൺകൾ ചുരുക്കി ഒരു വിധമായി തെളിയുതേ. കൺകൾ ചുരുക്കി ഒരു വിധമായി തെളിയുതേ. തെളിന്ത നിലാവ് പട്ടപ്പകൽ പോലെ തീയുതേ ദിക്കൈ നോക്കി എന്നിരു പുരുവമുരുകുത്തേ. തെളിന്ത നിലാവ് പട്ടപ്പകൽ പോലെ തീയുതേ ദിക്കൈ നോക്കി എന്നിരു പുരുവമുരുകുത്തേ. കനിന്ത ഉൺ വേണുഗാനം കാറ്റിൽ വരുകുതേ. കനിന്ത ഉൺ വേണുഗാനം കാറ്റിൽ വരുകുതേ. കൺകൾ ചുരുക്കി ഒരു വിധമായി തെളിയുതേ. കൺകൾ ചുരുക്കി ഒരു വിധമായി തെളിയുതേ. കനിന്ത ഉൺ വേണുഗാനം കാറ്റിൽ വരുകുതേ. കനിന്ത ഉൺ വേണുഗാനം കാറ്റിൽ വരുകുതേ. കൺകൾ ചുരുക്കി ഒരു വിധമായി തെളിയുതേ. കൺകൾ ചുരുക്കി ഒരു വിധമായി തെളിയുതേ. കനിന്ത ഉൺ വേണുഗാനം കാറ്റിൽ വരുകുതേ. കനിന്ത ഉൺ വേണുഗാനം കാറ്റിൽ വരുകുതേ. കൺകൾ ചുരുക്കി ഒരു വിധമായി തെളിയുതേ. കൺകൾ ചുരുക്കി ഒരു വിധമായി തെളിയുതേ. കനിന്ത ഉൺ വേണുഗാനം കാറ്റിൽ വരുകുതേ. കനിന്ത ഉൺ വേണുഗാനം കാറ്റിൽ വരുകുതേ. കൺകൾ ചുരുക്കി ഒരു വിധമായി തെളിയുതേ. കൺകൾ ചുരുക്കി ഒരു വിധമായി തെളിയുതേ. ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിനീത നമസ്കാരം.